രാഹുൽ മാങ്കൂട്ടത്തെ നമുക്കെല്ലാവർക്കും അറിയാം. പത്തനംതിട്ടക്കാരനായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം സ്വന്തമാക്കിയ കോൺഗ്രസുകാരനാണ് അദ്ദേഹം. അത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് രാഹുൽ. രാഹുലിന്റെ സ്വകാര്യ ജീവിതവും അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങളുമെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ വാർത്തയാകുന്നുണ്ട്. അടൂർ പട്ടണത്തിൽ നിന്നും 8 കിലോമീറ്റർ യാത്രയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തറവാട്ടിലെ വീട്ടിലേക്കുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടുംബം എന്നത് അമ്മ ബീനയും സഹോദരി രജനിയും സഹോദരി ഭർത്താവ് ശ്യാമും അടങ്ങുന്നതാണ്. ചാനൽ ചർച്ചകളിലും പ്രതിഷേധ വേദികളിലുമെല്ലാം തന്നെ ചെറുപ്പത്തിന്റെ പ്രസരിപ്പ് പടർത്തുന്ന യുവ നേതാവായിരുന്നു അദ്ദേഹം. പാലക്കാടിന്റെ യുവ MLA വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇടയിൽ അറിയപ്പെടുന്നത് കണ്ണൻ കുഞ്ഞെന്നായിരുന്നു. ചെറുപ്രായത്തിൽ മക്കൾക്ക് നഷ്ടമായ അച്ഛന്റെ ഓർമ്മയിൽ നിന്ന് തന്നെയാണ് അമ്മ ബീന സംസാരം തുടങ്ങിയത്. ഉറച്ച കോൺഗ്രസ് അടിത്തറയുള്ള പഴയ തറവാടാണ് ഈ വീടെന്ന് രാഹുലിന്റെ അമ്മ പറയുന്നുണ്ട്. അമ്മയുടെ വീട് കിളിമാനൂരാണ്. വിവാഹം കഴിഞ്ഞതോടെ താനും കോൺഗ്രസുകാരിയായെന്നും രാഹുലിന്റെ അമ്മ പറഞ്ഞു. പട്ടാളത്തിലായിരുന്നു രാഹുലിന്റെ അച്ഛൻ. നാട്ടിൽ തിരികെ എത്തിയ ശേഷം LICയിലേക്ക് ജോലിക്കായി കയറി. അന്നൊക്കെ ഇവരുടെ വീട്ടുമുറ്റത്ത് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പാർട്ടി പരിപാടികളൊക്കെ കാണും. രാഹുലിന്റെ അച്ഛൻ മരിക്കുമ്പോൾ മോൾക്ക് 10ഉം മോന് 4ഉമാണ് പ്രായമെന്നും അമ്മ ഓർത്തെടുക്കുന്നുണ്ട്. മരണശേഷം അദ്ദേഹത്തിന്റെ ജോലി പിന്നീട് അമ്മയ്ക്ക് കിട്ടുകയായിരുന്നു. രാഹുൽ തന്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് ചെറുപ്പത്തിൽ പങ്കാളിയെ നഷ്ടപ്പെട്ട സാധാരണക്കാരിയായ വീട്ടമ്മയിൽ നിന്നും ഒരു പ്രതിസന്ധിയിലും തളരാതെ കരുത്തായ സ്ത്രീയിലേക്കുള്ള അമ്മയുടെ പരിവർത്തനം വിസ്മയകരമായിരുന്നുവെന്നാണ്. അച്ഛനെ പറ്റിയുള്ള നേർത്ത ഓർമ്മകൾ മാത്രമേ മനസ്സിലുള്ളൂ എന്നും രാഹുൽ പറയുന്നുണ്ട്. അക്കാലത്ത് അമ്മയും ഓർമ്മയിൽ മങ്ങിയ ഒരു ചിത്രമായിരുന്നു. അമ്മയ്ക്ക് അന്ന് തന്നെ വലിയ സിനിമാ കമ്പം ഉണ്ടായിരുന്നു. അച്ഛന്റെ സഹോദരിക്കൊപ്പം സിനിമ കാണാൻ അമ്മ പതിവായി പുറത്തു പോകുമായിരുന്നു. പിന്നീട് അച്ഛന്റെ മരണശേഷം പുതിയൊരു അമ്മയാണ് ഞങ്ങൾ കണ്ടതെന്നും രാഹുൽ പറഞ്ഞു. ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ അമ്മ ധൈര്യത്തോടെ ഏറ്റെടുത്തു. പിന്നീട് ജോലിക്ക് പോയി തുടങ്ങി. വിഖ്യാതമായ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബിരുദാനന്തര ബിരുദകാലമായിരുന്നു അത്. കത്തോലിക്കേറ്റിലെ പഠനകാലത്ത് യൂണിവേഴ്സിറ്റി കൗൺസിലറും യൂണിയൻ ഭാരവാഹിയും KSUവിന്റെ ജില്ലാ സെക്രട്ടറിയും ഒക്കെയായി രാഹുൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. നാട്ടിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അച്ഛന്റെ ഓർമ്മകളും പുസ്തകങ്ങളും പകർന്നു തന്ന രാഷ്ട്രീയബോധം അന്ന് തന്നെ രാഹുലിന്റെ ഇടയിൽ നിലനിന്നിരുന്നു. വലിയ രാഷ്ട്രീയക്കാരനായി മടങ്ങി വരാൻ വേണ്ടിയൊന്നുമല്ല ഡൽഹിയിൽ പോയതെന്നും രാഹുൽ പറയുകയുണ്ടായി. ഡൽഹിയിലെ കാലഘട്ടത്തെക്കുറിച്ച് രാഹുൽ പറയുന്നത് ഇങ്ങനെയാണ്: ഡൽഹി കാലഘട്ടം വളരെ രസകരമായിരുന്നു. JNUവിൽ കുറെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഏറിയ സമയം ചെലവിട്ടത് അവിടെ തന്നെയായിരുന്നു. മാത്രമല്ല ആ സമയം എന്നത് ഡൽഹി വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തി പ്രാപിച്ച സമയം കൂടിയായിരുന്നു. പഠിക്കാൻ വേണ്ടി ഡൽഹി വരുന്നവർ ലോകം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. ആ കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ എത്താനും സിവിൽ സർവീസിലേക്ക് കടക്കാനും ലോകമറിയുന്ന നടിയാകാനും ആഗ്രഹിച്ചവരുമെല്ലാം ഉൾപ്പെട്ടിരുന്നു. പരിമിതികൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള പരിശീലനകാലം കൂടിയായിരുന്നു അത് പ്രധാനമായും. തന്റെ സുഹൃത്തുക്കളുടെ പട്ടികയും രാഹുൽ തുറന്നു പറയുകയുണ്ടായി. ഷാഫി പറമ്പിൽ സഹോദരതുല്യനായ വ്യക്തിയായിരുന്നു. ഷാഫിക്കയുമായുള്ള ആത്മബന്ധം വളരെ ആഴമുള്ളതുമായിരുന്നു. ജീവിതത്തിലെ നല്ലതും ചീത്തയായതുമെല്ലാം ആദ്യം പങ്കുവയ്ക്കുക അദ്ദേഹത്തോടാണെന്നും രാഹുൽ തുറന്നു പറഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും ആദ്യം അടുത്തു കണ്ട രാഷ്ട്രീയ നേതാവെന്നത് PC വിഷ്ണുനാഥനാണ്. വിഷ്ണുവേട്ടനും ശരിക്കും സഹോദരനെ പോലെയായിരുന്നു. VD ബൽറാം, ഹൈബി ഈഡൻ, AP അനിൽകുമാർ, അബിൻ വർഗി, OJ ജനീഷ് ഇവരൊക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. 6 വർഷത്തോളം കടമ്പനാട് വിക്ടറി കോളേജിൽ അധ്യാപകനായിട്ടും രാഹുൽ ജോലി ചെയ്തിരുന്നു. കേരളം എന്നത് സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ശക്തമായ ഒരു പ്രദേശമാണ്. രാഷ്ട്രീയ രംഗത്ത് നിരന്തര വിമർശനത്തിന് ഇടമേകുന്ന സ്ഥലം കൂടിയാണ് കേരളം. രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കാലം ആവശ്യപ്പെടുന്ന ജാഗ്രതയെപ്പറ്റിയും രാഹുൽ സംസാരിക്കുകയുണ്ടായി. സോഷ്യൽ ഓഡിറ്റിംഗ് നല്ലതാണെന്ന അഭിപ്രായക്കാരനാണ് രാഹുൽ പ്രധാനമായിട്ടും. തീർത്തും സ്വകാര്യമായ ജീവിതത്തിന് പുറത്തുള്ള ഏതുതരം സോഷ്യൽ ഓഡിറ്റിംഗിനെ പോസിറ്റീവായിട്ടാണ് താൻ കാണുന്നതെന്നും രാഹുൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് പ്രാധാന്യം കൊടുത്തിരുന്ന കുട്ടിക്കാലമായിരുന്നില്ല എന്റേതെന്നും കൂട്ടുകാർക്കിടയിൽ ഇരട്ടപ്പേരിൽ പോലും അതൊക്കെ പ്രകടമായിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും തഗ്ഗുകളുടെ രാജാവാണ് രാഹുൽ. മാത്രമല്ല പലതരം സൈബർ അറ്റാക്കുകൾക്ക് വിധേയനായ വ്യക്തി കൂടിയാണ്. രസകരമായ ട്രോളുകളും തമാശകളും വളരെയധികം ആസ്വദിക്കും. കമന്റ് ബോക്സ് താൻ നോക്കാറില്ല. അത്തരം നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയെന്നത് നല്ല ജീവിതത്തിൽ പാലിക്കേണ്ട അടിസ്ഥാന കാര്യമാണെന്നും രാഹുൽ തുറന്നു പറയുകയുണ്ടായി. കൂട്ടുകാർക്കൊപ്പം യാത്ര ചെയ്യുകയും നന്നായി ഭക്ഷണം കഴിക്കുകയും സിനിമകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും പുസ്തകങ്ങളെ സഹചാരിയാക്കി ജീവിതസ്നേഹം കൂടിയാണ് താനെന്നും രാഹുൽ സ്വയം വിശേഷിപ്പിക്കാറുണ്ട്. ആദ്യ ജയിൽവാസ കാലത്തിന്റെ ഓർമ്മകളും രാഹുൽ തുറന്നു പറഞ്ഞിരുന്നു. 18-ാം വയസ്സിലായിരുന്നു രാഹുലിന്റെ ആദ്യ ജയിൽവാസം. അതിന് പിന്നിലെ പ്രധാന കുറ്റം എന്നത് സമരത്തിൽ പങ്കെടുത്തതാണ്. പക്ഷെ ജയിലിലാണെന്ന് വീട്ടിലറിയില്ല. എന്നാൽ ജാമ്യം എടുക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണമെന്ന സാഹചര്യമായിരുന്നു. പിന്നീട് 4 തവണ ജയിൽവാസം ഉണ്ടായെങ്കിലും നീണ്ട ജയിൽക്കാലം അതായിരുന്നുവെന്നും രാഹുൽ ഓർത്തെടുത്തു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് രാഹുൽ അറസ്റ്റിലായ ആ ദിവസത്തെ
സംഭവങ്ങളും പറയുകയുണ്ടായി. അന്ന് പുലർച്ചെ വീട്ടിൽ 5:30 വാതിലുകളിലും ജനലുകളിലുമെല്ലാം ആളുകൾ കൊട്ടി. രാഹുൽ തലേരാത്രി വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. വാതിൽ തുറന്നപ്പോൾ മുഴുവൻ പോലീസ് വണ്ടികളായിരുന്നു. രാഹുൽ എവിടെയെന്ന് ചോദിച്ച് അവർ വീടിന്റെ അകത്തേക്ക് കയറി. അവരിൽ 2 പേർ മുകളിൽ രാഹുലിന്റെ മുറിയിലേക്കും പോയി. മാധ്യമങ്ങൾ വന്നോ, ആള് കൂടിയോ എന്നൊക്കെ ചോദ്യങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചാണ് വിഷയമെന്ന് പിന്നെ പോലീസ് രാഹുലിന്റെ അമ്മയോട് പറഞ്ഞു. രാഹുൽ കൊലപ്പുള്ളിയൊന്നുമല്ലല്ലോ എന്നും ഈ വിഷയത്തിൽ എന്റെ വീടിനകത്ത് കയറേണ്ട കാര്യം നിങ്ങൾക്കില്ലായിരുന്നുവെന്നും രാഹുലിന്റെ അമ്മയും പറയുകയുണ്ടായി. പിന്നീട് രാഹുൽ വന്നു. എന്നാൽ തനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ലെന്നും അമ്മ തുറന്നു പറഞ്ഞു. പിന്നീട് രാഹുൽ പറഞ്ഞത്, കുറച്ച് ദിവസം ഞാൻ ആശുപത്രിയിലായിരുന്നു. ഡിസ്ചാർജിനായി വീട്ടിലേക്ക് വന്നതിന്റെ പിറ്റേന്നാണ് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ വിവാദമായിരുന്നു. വീട് പറഞ്ഞ് അറസ്റ്റ് ചെയ്തതിനെപ്പറ്റി കോടതി ഉന്നയിച്ച ചോദ്യത്തിന് പ്രോസിക്യൂഷന്റെ മറുവാദമായിരുന്നു എന്റെ ആശുപത്രിവാസം എന്നാണ് രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. താൻ മുൻകൂർ ജാമ്യം തേടിയില്ലെന്നും സഹപ്രവർത്തകർ ജയിലിലായിരിക്കുമ്പോൾ ഞാൻ എന്തിന് പുറത്തു നിൽക്കണമെന്നുമുള്ള അഭിപ്രായമായിരുന്നു രാഹുലിന്. ഈ സമയം MV ഗോവിന്ദൻ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പല കേസുകളിൽ നിന്നും ഊരിപ്പോയ നേതാക്കന്മാരുടെ പാർട്ടിയുടെ വാക്താവായതുകൊണ്ടാകാം അദ്ദേഹം എനിക്കെതിരെ അതേ ആരോപണം ഉന്നയിച്ചതെന്നും രാഹുൽ പറഞ്ഞു. ഞാൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടില്ലെന്നും അദ്ദേഹം തെളിയിച്ചാൽ ഞാൻ മാപ്പ് പറയാമെന്നും അല്ലാത്തപക്ഷം MV ഗോവിന്ദൻ എന്നോട് മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യവും ഉയർന്നിരുന്നു. പിന്നീട് അമ്മ ഉയർത്തിയ പരാതി സമയത്ത് ഭക്ഷണം കഴിക്കില്ല, നേരത്തെ ഉറങ്ങില്ല എന്നൊക്കെയായിരുന്നു. ആരോഗ്യം തീരെ ശ്രദ്ധിക്കാറില്ലെന്നും പനി കാരണമാണ് ആശുപത്രിയിൽ എത്തിയതെന്നുമാണ് ഇവൻ ഞങ്ങളോട് പറഞ്ഞതെന്നും അമ്മ പറഞ്ഞു. പിന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടാണ് വിശദമായ വിവരങ്ങൾ അറിഞ്ഞതെന്നും അമ്മ പറഞ്ഞു.